ഇന്നത്തെ നമ്മുടെ പ്രോഗ്രാം സ്വിസിൽ നിന്നും മനോഹരമായ കാഴ്ചകളെല്ലാം കണ്ട് ഗനോവയിലേക്ക് പോവുകയാണ്. ഏകദേശം 400 കിലോമീറ്റർ ട്രാവൽ ചെയ്ത് വേണം ഗനോവയിലേക്ക് റീച്ച് ആകുവാൻ. ഇറ്റലിയിലേക്കുള്ള യാത്രയിൽ ഒരുപാട് നിഗൂഢതകളുള്ള ബ്ലോസെ ലേക്ക് നമ്മൾ വിസിറ്റ് ചെയ്യുന്നുണ്ട്. മാത്രമല്ല ഒരു വ്യത്യസ്തമായ ട്രെയിൻ യാത്രയും ഉണ്ട്. സോ അതിന്റെ കാഴ്ചകളിലേക്ക് കടക്കാം. അതിനു മുമ്പ് ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ വേഗം സബ്സ്ക്രൈബ് ചെയ്യുക. സൈഡിലുള്ള ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്യുക. എല്ലാവർക്കും യൂറോപ്യൻ സീരീസിലെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. സ്വിസിൽ നിന്നും തിരിച്ചു പോകുന്ന സങ്കടത്തിലായിരുന്നു എല്ലാവരും. പക്ഷേ ഇറ്റലിയിലെ പുതിയ കാഴ്ചകൾ കാണാനുള്ള എക്സൈറ്റ്മെന്റിനും തീരെ കുറവൊന്നുമില്ല. ഒരുപാട് മെമ്മറീസുമായാണ് ഞങ്ങൾ സ്വിസിൽ നിന്നും പോകുന്നത്. ഇത്രയും സുന്ദരമായി ഒരു രാജ്യം വിസിറ്റ് ചെയ്യാൻ പറ്റിയത് ഞങ്ങളുടെ ഭാഗ്യമാണ്. ഒരുപാട് ഫേമസ് ആയ സ്ഥലങ്ങൾ ഇനിയും സ്വിറ്റ്സർലാൻഡിൽ വിസിറ്റ് ചെയ്യാനുണ്ട്. അതുകൊണ്ട് കുറെ ദിവസം സ്റ്റേ ചെയ്യാനുള്ള പ്ലാനുമായി ഞങ്ങൾ ഇങ്ങോട്ട് തിരിച്ചു വരുമെന്ന ആഗ്രഹത്തോടെയാണ് ഇറ്റലിയിലേക്ക് പോകുന്നത്. ഓൺ ദ വേ ഇന്റർലേക്കൻ വിസിറ്റ് ചെയ്യണമെന്നായിരുന്നു ഞങ്ങളുടെ പ്ലാൻ. പക്ഷേ സമയക്കുറവ് കാരണം ബ്ലോസെ വിസിറ്റ് ചെയ്യാമെന്ന് തീരുമാനിച്ചു. ആ തീരുമാനം ഒട്ടും മോശമല്ലായിരുന്നു എന്ന് പിന്നീടാണ് മനസ്സിലായത്. ബ്ലോസെ ആക്ച്വലി ഒരു ജർമ്മൻ വേർഡാണ്. ബ്ലോ എന്നാൽ ബ്ലൂ, സെ എന്നാൽ ലേക്ക് എന്നാണ് അതിന്റെ അർത്ഥം. ബ്ലൂ ലേക്ക് അഥവാ നീല തടാകം എന്നാണ് അതിന്റെ ശരിക്കുമുള്ള മീനിങ്. ബ്ലോസെ വിസിറ്റ് ചെയ്യാൻ ടിക്കറ്റ്സ് എടുക്കണം. സാധാരണ സ്വിസ് ലേക്സ് എല്ലാം എൻട്രി ഫ്രീ ആണ്. പക്ഷേ ബ്ലോസെ ഒരു നേച്ചർ പാർക്ക് കൂടി ആയതുകൊണ്ട് ടിക്കറ്റ്സ് എടുത്ത് വേണം അകത്തേക്ക് കയറാൻ. 10 സ്വിസ് ഫ്രാങ്ക് ആണ് അഡൾട്ട്സിന്റെ ടിക്കറ്റ് ഫെയർ. കുട്ടികൾക്ക് എൻട്രി ഫ്രീ ആണ്. കാട് വഴിയിലൂടെ കുറച്ചു നേരം അകത്തേക്ക് നടന്നാൽ ആരെയും അതിശയിപ്പിക്കുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. നീല നിറത്തിൽ അടിത്തട്ട് വരെ കാണാൻ കഴിയുന്ന ക്രിസ്റ്റൽ ക്ലിയർ ആയ ഒരു ലേക്ക്. അതിൽ ധാരാളം ട്രൗട്ട് മത്സ്യങ്ങളും ഫാമിംഗ് ചെയ്യുന്നുണ്ട്. ബ്ലോസെ ലേക്കിന്റെ ഈ ഭംഗിക്ക് കുറെ നിഗൂഢതകളുമുണ്ട്. പണ്ട് കാലത്ത് ഇവിടെ ഒരു ആട്ടിടയനും നീല കണ്ണുകളുള്ള ഒരു യുവതിയും താമസിച്ചിരുന്നു. അവർ തമ്മിൽ ഇഷ്ടത്തിലുമായിരുന്നു. അവരെപ്പോഴും മീറ്റ് ചെയ്യുന്ന സ്ഥലമായിരുന്നു ബ്ലോസെ ലേക്ക്. അവർക്ക് ലേക്കിൽ സഞ്ചരിക്കാനായി ഒരു ബോട്ടും അയാൾ നിർമ്മിച്ചിരുന്നു. ഒരു നാൾ വൈക്കോൽ എടുക്കാനായി മലമുകളിലേക്ക് പോയ ആട്ടിടയൻ കാൽ വഴുതി പാറക്കെട്ടുകളിൽ വീണ് മരിച്ചു. അതിനുശേഷം അയാളെ അന്വേഷിച്ച് ആ യുവതി എന്നും ബ്ലോസെ ലേക്കിൽ എത്തുമായിരുന്നു. രാത്രികാലങ്ങളിൽ അയാളെ തേടി ആ യുവതി ലേക്കിൽ വരുന്നത് പതിവായി. ഒരു ദിവസം ആ യുവതിയെ വെള്ളത്തിനടിയിൽ മരിച്ച നിലയിലും കണ്ടെത്തി. അവളുടെ നീല കണ്ണുകളിൽ നിന്ന് വന്ന കണ്ണുനീരാണ് ബ്ലോസെ ലേക്കിന് നീല നിറമായത് എന്ന് ഇവിടുത്തെ ആളുകൾ വിശ്വസിക്കുന്നു. പക്ഷേ ഈ ലേക്കിന്റെ ആക്ച്വൽ കളർ ടർക്കിഷ് ബ്ലൂ ആണ്. ഈ ലേക്കിലെ ജലത്തിന്റെ വ്യക്തത കാരണമാണ് ഈ നിറം. അതിനു കാരണം ഈ തടാകത്തിലെ ജലം ഷോർട്ട് വേവായ നീല ലൈറ്റിനേക്കാൾ ലോങ്ങർ വേവായ റെഡ് ലൈറ്റിനെയാണ് കൂടുതൽ അബ്സോർബ് ചെയ്യുന്നു എന്ന് പറയപ്പെടുന്നു. അത് കാരണമാണ് ഈ കളർ മാറ്റത്തിനു കാരണം. ഈ ലേക്കിൽ ബോട്ടിംഗ് സർവീസും ഉണ്ട്. അത് ടിക്കറ്റിൽ ഇൻക്ലൂഡഡ് ആണ്. സോ ഞങ്ങളും കുറച്ചു നേരം ബോട്ടിംഗ് ചെയ്തു.
ഇവിടെ ഫുഡ് കോർട്ടും കിഡ്സ് പാർക്കും എല്ലാം ഉണ്ട്. സോ കുട്ടികൾക്കും മാക്സിമം എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്ഥലമാണ് ഇത്. വ്ളോസ ലേക്കിലെ കാഴ്ചകളൊക്കെ കണ്ട് പുറത്തിറങ്ങി ഫുഡ് കഴിച്ച് ഞങ്ങൾ ഇറ്റലിയിലേക്കുള്ള യാത്ര സ്റ്റാർട്ട് ചെയ്തു. ഇനി അങ്ങോട്ടുള്ള ട്രാവലിന് ഒരുപാട് പ്രത്യേകതകളുണ്ട്. കാറിൽ ഇരുന്നു കൊണ്ട് ഒരു ട്രെയിൻ യാത്രയെ പറ്റി ആരെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? എന്നാൽ അങ്ങനെ ഒരു യാത്രയുടെ കാഴ്ചകളിലേക്കാണ് ഞാൻ ഇനി നിങ്ങളെ കൊണ്ടുപോകുന്നത്. കുറച്ചു ദൂരം ട്രാവൽ ചെയ്തപ്പോൾ ടോൾ ബൂത്ത് പോലെ ഒരു സ്ഥലമെത്തി. അവിടെ ഞങ്ങളോട് ട്രെയിൻ ടിക്കറ്റ് എടുക്കാൻ ആവശ്യപ്പെട്ടു. കൂടുതൽ ഡീറ്റെയിൽസ് അന്വേഷിച്ചപ്പോഴാണ് മനസ്സിലായത് മൗണ്ടൻ ടണലിൽ കൂടി റെയിൽവേ സർവീസ് ഉണ്ടെന്നും ഏകദേശം 20 മിനിറ്റ് കൊണ്ട് 1.5 മണിക്കൂർ ഹൈവേയിൽ പോകുന്ന സമയം നമുക്ക് സേവ് ചെയ്യാൻ പറ്റുമെന്ന്. എങ്കിൽ പിന്നെ അതൊന്ന് എക്സ്പീരിയൻസ് ചെയ്യാമെന്ന് തീരുമാനിച്ചു. ട്രെയിൻ ടിക്കറ്റ് എടുത്തു പതുക്കെ കാർ ട്രെയിനിൽ ഓടിച്ചു കയറ്റി. ഓരോ കാറുകൾക്കിടയിലും ഏകദേശം 5 മീറ്റർ ഗ്യാപ്പ് മെയിൻറ്റെയിൻ ചെയ്യാൻ അവർ പറഞ്ഞു. ഒരു വ്യത്യസ്തമായ ട്രെയിൻ യാത്ര ചെയ്യാനുള്ള ഭാഗ്യം ഞങ്ങൾക്ക് എല്ലാവർക്കും കിട്ടി. സോ ഇനി കുറച്ച് ഈ വെറൈറ്റി ട്രെയിൻ യാത്രയുടെ വിഷ്വൽസ് കാണാം. ശരിക്കും ഒരു ടൈം സേവിംഗ് ട്രാവൽ തന്നെയായിരുന്നു. വർഷത്തിൽ കൂടുതൽ സമയവും മഞ്ഞു മൂടി കിടക്കുന്നതിനാൽ സമ്മർ സീസണിൽ മാത്രമേ ഇവർ റെയിൽ ട്രാക്ക് എല്ലാം മെയിൻറ്റെയിൻ ചെയ്യാറുള്ളൂ. സോ അതിന്റെ അറ്റകുറ്റപ്പണികളെല്ലാം ടണലിൽ നടക്കുന്നുണ്ടായിരുന്നു. ടണലിനകത്ത് കൂരിയിട്ടായിരുന്നു. ശരിക്കും പേടി തോന്നുന്ന ഒരു അറ്റ്മോസ്ഫിയർ ആയിരുന്നു ടണലിനകത്ത്. എന്നിരുന്നാലും വല്ലാത്തൊരു എക്സ്പീരിയൻസ് ആയിരുന്നു ഇത്. ഈ റൂട്ടിൽ ട്രാവൽ ചെയ്യാൻ പ്ലാൻ ഉള്ളവർ മസ്റ്റായി ട്രൈ ചെയ്യേണ്ട ഒരു ട്രെയിൻ യാത്രയാണിത്. അങ്ങനെ സ്റ്റേഷനെത്തി പതുക്കെ കാർ പുറത്തേക്ക് ഇറക്കി ഞങ്ങൾ ഇറ്റലിയെ ലക്ഷ്യമാക്കി നീങ്ങി. നീണ്ട 4 മണിക്കൂർ ട്രാവലിന് ശേഷം ഞങ്ങൾ ഇറ്റലിയിലെ ഗനോവയിലെത്തി. മഞ്ഞും മലയും തടാകങ്ങളും എല്ലാം മാറി പഴമയേറിയ ഒരുപാട് ബിൽഡിംഗ്സും ഹാർബറും ഉള്ള ഒരു വിഷ്വൽസിലേക്ക് എത്തി നമ്മൾ. മറ്റ് യൂറോപ്യൻ കൺട്രീസ് വെച്ച് നോക്കുമ്പോൾ നല്ല മോശം ഡ്രൈവിംഗ് ആണ് ഇവിടുത്തെ ആളുകളുടേത്. സോ വളരെ സൂക്ഷിച്ചു വേണം ഇറ്റലിയിൽ ഡ്രൈവ് ചെയ്യണം എന്ന് മനസ്സിലായി.
നൂറ്റാണ്ടുകൾ പഴക്കമേറിയ ബിൽഡിംഗ് മെയിൻറ്റെയിൻ ചെയ്ത് ഇപ്പോഴും അതുപോലെ തന്നെ സൂക്ഷിക്കുന്നുണ്ട് ഇവിടെയുള്ള ആളുകൾ. ഞങ്ങളുടെ റൂമിൽ നിന്നും ഗനോവ പോർട്ടിന്റെ ഒരു അടിപൊളി വ്യൂ കാണിച്ചുകൊണ്ട് ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. ഇറ്റലിയുടെ വിശേഷങ്ങളും കാഴ്ചകളുമായി പുതിയൊരു വീഡിയോയിൽ കാണാം. ടിൽ ദെൻ ഇറ്റ്സ് മീ ജഷീം സൈനിങ് ഓഫ് ഫ്രം ഗനോവ.